താങ്ക് യു നസറുക. എല്ലാവർക്കും, എല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എന്തായാലും നിങ്ങളുടെയൊക്കെ മുന്നിൽ പ്രസൻ്റായിട്ട് കഴിഞ്ഞ സൂം മീറ്റോടുകൂടി നമ്മൾ ചില അത്യാവശ്യപ്പെട്ട ചില കൺട്രോളിങ് മെഷേഴ്സ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് എടുക്കേണ്ടി വന്നു. അതിൻ്റെ ഫലം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി നമ്മൾ ചില ടോക്കണിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ കമ്പനിയുടെ വളർച്ചയ്ക്കും വേണ്ടി നമ്മൾ ചില കൺട്രോൾ മെഷേഴ്സ് നമുക്ക് കൊണ്ടുവരേണ്ടി വന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അതിനെ ആദ്യമൊക്കെ പലർക്കും അത് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ പോലും എല്ലാവർക്കും വളരെ പോസിറ്റീവായിട്ട് കാണാനുള്ള ഒരു റിസൾട്ട് ഇപ്പം നമുക്ക് നമ്മുടെ ടോക്കണിൻ്റെ പ്രൈസിങ്ങിലാണെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ടേക്കും തുടർന്നും അത് അങ്ങനെ തന്നെയായിരിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും എണ്ണാവുന്ന ഒന്നോ രണ്ടോ പേരൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും ടോക്കൺ വളർന്നാലും ഇല്ലെങ്കിലും കമ്പനി വളർന്നാലും ഇല്ലെങ്കിലും എനിക്ക് എൻ്റെ മാത്രം കാര്യങ്ങൾ നടക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതങ്ങനെ എല്ലാ സിസ്റ്റത്തിലും ഉണ്ടാവുന്നതാണ്. എങ്കിൽ പോലും നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ടോക്കൺ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അന്നൊക്കെ ഞാൻ കഴിഞ്ഞ സൂമിൽ നമ്മൾ പറഞ്ഞ ചില നിബന്ധനകൾ കൊണ്ടുവന്നതോടുകൂടി തന്നെ അന്ന് 6 ലക്ഷം രൂപയ്ക്കൊക്കെ സമാനമായ തുക മേടിച്ച വ്യക്തിക്ക് ഇന്ന് 36 ലക്ഷം രൂപയ്ക്കുള്ള ടോക്കൺ അല്ലെങ്കിൽ അതിനുള്ള മൂല്യം അല്ലെങ്കിൽ 36 ലക്ഷത്തിനുള്ള ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യണ്ടായി. അപ്പോൾ ഇത് തന്നെയാണ് ഒരു ക്രിപ്റ്റോ ആശയം അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോ ട്രേഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാവുന്നത്. അപ്പോൾ യഥാർത്ഥമായിട്ട് പ്രൈസ് കൂടുമ്പോൾ മേടിച്ചു വെക്കുക, പ്രൈസ് കുറയുമ്പോൾ മേടിച്ചു വെക്കുക, പ്രൈസ് കൂടുമ്പോൾ വെക്കുക, അതാണ് ഒരു ക്രിപ്റ്റോ ട്രേഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ നൽകാൻ നമുക്ക് ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് തന്നെ വളരെ ഒരുപാട് ഒരു കൂട്ടം ആളുകളൊക്കെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് സ്വന്തമായിട്ട് നമ്മുടെ ഇതിൽ ആക്റ്റീവായി വരുന്നുണ്ട്. അപ്പൊ ഇതിനെയാണ് ഞാൻ മറ്റൊരു അർത്ഥത്തിൽ ഒരു സെൽഫ് സസ്റ്റെയിനിങ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. 2 തരത്തിലാണ് നമ്മുടെ ഈ ഇൻകം ബേസിൽ ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന DApp അല്ലാതെ അഫിലിയേറ്റിംഗ് മെത്തേഡിലൂടെ. ഈ DApp ചെയ്യുന്നവർക്ക് പലർക്കും പല ഇത്തരം കാര്യങ്ങളിലൊക്കെയും ഇപ്പോഴും എന്തൊക്കെയാണ് അപ്പെക്സിന്റെ വരും പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ എന്താണ് അപ്പെക്സിന്റെ ഒരു ഫ്യൂച്ചർ എന്ന് കൃത്യമായ ധാരണ ഇല്ലാത്ത ഒരുപാട് പേര് ഇപ്പോഴുണ്ട്. അത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ഒരുപാട് പേര് നമ്മുടെ ഇതിൽ തന്നെ നമ്മുടെ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ എന്താണ് ക്രിപ്റ്റോ ട്രേഡിംഗ് എന്ന് പഠിച്ച് മനസ്സിലാക്കി എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഇനി ഏറ്റവും അടുത്ത് ഞാൻ അന്ന് പറഞ്ഞിരുന്നു, അന്ന് ടോക്കണിന്റെ കാര്യത്തിൽ നിങ്ങൾ വല്ല പ്രൈസ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ കൊണ്ടുവരുന്ന കൺട്രോൾ മെഷേഴ്സ് അല്ലെങ്കിൽ ഈ കൊണ്ടുവരുന്ന റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ റെഗുലേഷൻസ് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ടോക്കണിന്റെ മൂല്യം അല്ലെങ്കിൽ വാല്യൂ കൂട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് പ്രൈസ് കയറുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഞാൻ ഇന്നും പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനോട് പറയുന്നത് സാധിക്കും ഒരു ട്രെയിനിങ് പ്രോഗ്രാം നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള 100 പേർക്ക് വേണ്ടി. ഇത് ഓൾറെഡി ഒരു പ്രാവശ്യം പറഞ്ഞതാണ്. സെപ്റ്റംബർ 30 ശേഷം ആയിരിക്കും അതിനുള്ള നമ്മുടെ ഈ പറയുന്ന ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ എന്തായിരിക്കും അപ്പെക്സിന്റെ പൊട്ടൻഷ്യൽ, ഇനി വരും കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും അപ്പെക്സ് നടത്താൻ പോകുന്നത്, അതുപോലെ തന്നെ എങ്ങനെ അപ്പെക്സ് ടോക്കൺ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കാം എന്നുള്ള എല്ലാ രീതിയിലുള്ള ഒരു ട്രെയിനിങ്ങും നമുക്കതിൽ നിന്ന് അവൈലബിൾ ആയിരിക്കും. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ ഇന്ന് $1000 ഈക്വലന്റ് ആയിട്ടുള്ള ടോക്കൺ സ്റ്റേക്കിംഗ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്നും നമ്മുടെ ആ ഒരു ഓപ്ഷൻ ഇപ്പോഴും അവൈലബിൾ ആണ്. സെപ്റ്റംബർ 30 വരെയാണ് നമ്മുടെ ഇതിലുള്ളത്. 100 പേരെ മാത്രമായിരിക്കും നമ്മുടെ ട്രെയിനിങ് പങ്കെടുപ്പിക്കുള്ളൂ. അതിനുശേഷം വരും കാലങ്ങളിൽ ബാക്കിയുള്ള ട്രെയിനിങ്ങുകളും കാര്യങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. അതായിരിക്കും നമ്മുടെ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് പഠിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ളവരെ സജസ്റ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ വരാൻ പറ്റാത്ത മറ്റു 10 പേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ആൾക്കാരെ പറ്റുന്ന രീതിയിൽ അവരെ എത്തിക്കണം അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യിപ്പിക്കണമെന്ന് പ്രത്യേകം ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. അടുത്തതായിട്ട് പലർക്കുള്ള ഒരു കൺഫ്യൂഷനാണ് എന്താണ് ബേണിങ്ങിന്റെ കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ DAppൽ ഓൾറെഡി ബേണിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മറ്റ് നമ്മുടെ അഫിലിയേറ്റ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ ഇന്ന് ബേൺ ചെയ്യുമ്പോൾ ഇന്ന് അയാളുടെ ടോക്കൺ ബേൺ ചെയ്ത് നമ്മൾ നമ്മുടെ BSC സ്കാനിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിക്കണമെന്നില്ല. അതിന് നമ്മുടെ കമ്പനിയുടെ ഭാഗത്ത് ടൈം ബൗണ്ടഡ് ആയിട്ടാണ് ഓരോ ടൈം ഇന്റർവെല്ലിലായിരിക്കും ബേൺ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കമ്പനി പല എക്സ്ചേഞ്ചുകളും ലിസ്റ്റ് ചെയ്യാൻ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ 1.5 വർഷം മുൻപ്, 1.5 വർഷമല്ല 1 വർഷമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, 1 വർഷം മുമ്പ് നമ്മൾ ടോക്കൺ ബിറ്റ്മാർട്ടിലും മെൽബാങ്കിലും ഞാൻ ലിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ വളരെ റീസെന്റ് ആയിട്ട് എൻ്റെ പഴയ വീഡിയോസും ഓഡിയോസും ഒക്കെ കാണാനുള്ള സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ടയർ 2 റേഞ്ചുള്ള 3 എക്സ്ചേഞ്ചുകൾ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ
ബിറ്റ്മാർട്ടിലൊക്കെ ലിസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. അന്ന് വെറും 9 മില്യൺ വരുന്ന, അതായത് 90 ലക്ഷത്തോളം വരുന്ന യൂസേഴ്സ് ഉള്ള ബിറ്റ്മാർട്ട് പോലത്തെ എക്സ്ചേഞ്ചുകളിലേക്കൊക്കെ ലിസ്റ്റ് ചെയ്തപ്പോഴേക്കും $1 വരെയൊക്കെ പ്രൈസിലേക്ക് എത്തി. അന്ന് ഒരുപാട് പേരിലേക്കൊന്നും നമ്മുടെ ടോക്കണൊന്നും അങ്ങനെ കൈകൾ അവരുടെ കയ്യിലില്ല. ഒരുപാട് പേരുടെ കയ്യിലേക്കൊന്നും ഇങ്ങനെ വളരെ സർപ്ലസ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിലൊന്നും ആരുടെയും കയ്യിലില്ല. ഇന്നും സർപ്ലസ് ആയ ക്വാണ്ടിറ്റികൾ ആരുടെയും കയ്യിലില്ല. അതുപോലെ തന്നെ അപ്പൊ ഇനിയും ടയർ 2 റേഞ്ചിലുള്ള പല എക്സ്ചേഞ്ചുകളും വരും. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ പല എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യാനുള്ള താമസം വന്നത്, അല്ലെങ്കിൽ അതിനൊരു ഒരു സ്ലോ മൂവിങ് വന്നത് എന്നുള്ളതുണ്ട്. അപ്പൊ ഓരോ എക്സ്ചേഞ്ചുകളും പല ക്രൈറ്റീരിയകളാണ് തരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അപ്പെക്സ് എന്ന് പറയുന്നത് അപ്പെക്സിന്റെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആണ് അപ്പെക്സിന്റെ ഏറ്റവും വലിയ സെറ്റ്. അതുപോലെ തന്നെ മറ്റ് എക്സ്ചേഞ്ചുകൾക്കും അവരവരുടെ കസ്റ്റമേഴ്സ് ആണ് അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അസറ്റ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ആ എക്സ്ചേഞ്ചിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ടോക്കൺ അതാത് തരത്തിലുള്ള ക്രൈറ്റീരിയകളും സാറ്റിസ്ഫൈ ചെയ്താലാണ് ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു അപ്രൂവൽ ആ എക്സ്ചേഞ്ചുകളും തരുന്നുള്ളൂ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ടോക്കണുകൾ സർപ്ലസ് ടോക്കണുകളെ പലപ്പോഴും ബേൺ ചെയ്യേണ്ട കണ്ടീഷൻസ് വരും. അപ്പോൾ വളരെ ഏറ്റവും റീസെന്റ് ആയിട്ട് തന്നെ നമ്മുടെ ഒരു വലിയ ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് ടോക്കൺസ് ബേൺ ആയി പോകുന്നതായിരിക്കും. അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ടോക്കൺ എത്രയൊക്കെയാണോ ബേൺ ചെയ്തു പോകേണ്ടത് അതിന് നമുക്ക് ഓഡിറ്റിംഗ് കൃത്യമായി നടക്കുന്നതാണ്. നിങ്ങൾ കണ്ടു കാണും, ട്രസ്റ്റ് വാലറ്റിൽ ലിസ്റ്റ് ചെയ്ത സമയത്ത് നമുക്കൊരു ഓഡിറ്റിംഗ് ഉണ്ടായിരുന്നു. ഇനിയും നമ്മുടെ അടുത്ത ഓഡിറ്റിങ്ങിന് സമയമായി. അപ്പൊ ആ ഓഡിറ്റിംഗിൽ കൃത്യമായി എത്ര ടോക്കണുകൾ ബേൺ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും അതോടൊപ്പം നിങ്ങൾ ടോക്കമിക്സിൽ കണ്ടു കാണും എത്ര ടോക്കണുകളാണ്, എത്ര ശതമാനം ടോക്കണെ മാർക്കറ്റിൽ സപ്ലൈ ഉണ്ടാകൂ എന്നുള്ള യാഥാർത്ഥ്യം ആദ്യം മനസ്സിലാക്കും. സ്റ്റേക്കിംഗ് റിവാർഡിന് ടോക്കണോമിക്സ് പ്രകാരം 20% സ്റ്റേക്കിംഗ് റിവാർഡായി നമ്മൾ നൽകുന്നത്. ആ 20% മാത്രമേ ടോക്കൺ മാത്രമേ മാർക്കറ്റിൽ സർക്കുലേറ്റ് ചെയ്യൂ. ആ ടോക്കണിൽ നിന്ന് തന്നെയായിരിക്കും പലതും ബേൺ ആയി പോകുന്നത്. നിങ്ങൾക്ക് BSC സ്കാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം, കൃത്യമായി ആ റിപ്പോർട്ടുകൾ ഉണ്ടാവുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഓഡിറ്റിങ്ങിന് ശേഷം കൃത്യമായ റിപ്പോർട്ട് എല്ലാവർക്കും അവൈലബിൾ ആവുന്ന രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. മുമ്പും നടന്നിട്ടുണ്ട്, അത് ഇനിയും നടക്കുക തന്നെ ഉണ്ടാവും. അപ്പോൾ 20% ടോക്കൺ മാത്രമേ, 3000 കോടി ടോക്കൺ ഒന്നും മാർക്കറ്റിൽ സപ്ലൈ ചെയ്യില്ല. 20% ടോക്കൺ മാത്രമേ മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുള്ളൂ. എന്താണെങ്കിലും ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്ന പല റെഗുലേഷൻസിന്റെ ഭാഗമായി ഇനിയും ടോക്കണിന്റെ വില മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും വിനിയോഗിക്കണം, അത് ഉപയോഗപ്പെടുത്തണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ അപ്പെക്സിൽ വന്ന ഒരു കമ്മ്യൂണിറ്റി മെമ്പർ പോലും നിരാശരാവേണ്ട അവസ്ഥ വരില്ല. അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും കമ്പനിയുടെ ഭാഗത്ത് ചെയ്യും. അപ്പൊ ചില കാര്യങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവന്നാൽ പോലും ടോക്കണിന്റെ വാല്യൂവെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരുമിച്ചുള്ള ഒരു പ്രയത്നമായിരിക്കും. എല്ലാവരും, നിങ്ങളെല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്റെയും ഒരുപാട് പേരുടെ വളരെ പോസിറ്റീവായിട്ടുള്ള നിലയിൽ നിങ്ങളുടെ ഒക്കെ തന്നെയും ഹാർഡ് വർക്കിന്റെ ഒക്കെ ഭാഗമായി നമ്മുടെ ടോക്കണിന്റെ ഒരു കുതിപ്പ് എല്ലാവർക്കും തന്നെ കാണാവുന്നതാണ്. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് ഒരുപക്ഷെ $1 മുകളിലേക്കൊക്കെ തന്നെ നമ്മുടെ ടോക്കണിന്റെ വാല്യൂ ഒക്കെ മുകളിലേക്ക് പോകണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ പോകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ ഭാഗത്തും പൂർണ്ണമായ സപ്പോർട്ട് ഉണ്ടാവണം. നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എല്ലാം ശക്തമായി തന്നെ ടോക്കണിന്റെ അപ്പെക്സ് ടോക്കണെ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോ ടോക്കൺ എന്ന രീതിയിൽ എങ്ങനെ ഇതിന്റെ ട്രേഡിങ്ങിനെ കുറിച്ചുള്ള സാധ്യതകളെ നമുക്ക് ഉപയോഗപ്പെടുത്താമെന്ന് പ്രത്യേകമായി പഠിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് അപ്പെക്സിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ എല്ലാവരും അപ്പെക്സിന്റെ കമ്മ്യൂണിറ്റിയിലേക്ക് കടന്നു വരുന്ന എല്ലാവർക്കും ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവട്ടെ. നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടും കൂടെ ഉള്ള ആത്മാർത്ഥതയും നിങ്ങൾ ഹാർഡ് വർക്കും അതിനൊക്കെയുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.